നിലമ്പൂരുണ്ടായത് അത് സ്വാഭാവികമായും പ്രതിഫലിക്കുക തന്നെ ചെയ്യും. അല്ല, ഇതിനകത്ത് ഏറ്റവും വലിയ തമാശ എന്ന് പറയുന്നത് CPM-ലും LDF-ലും യാതൊരു തരത്തിലുള്ള ഏകോപനവും ഇല്ല. പരസ്പര വിരുദ്ധമായ അഭിപ്രായങ്ങൾ അവർ പറയുകയാണ്. CPM ജനറൽ സെക്രട്ടറി MV ഗോവിന്ദൻ ഒന്ന് പറഞ്ഞു, CPI ജനറൽ സെക്രട്ടറി ബിനോയ് വിശ്വം വേറെന്ന് പറഞ്ഞു. ഇത് രണ്ടും അല്ലാത്ത വേറൊരു കാര്യം മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയാം. മുഖ്യമന്ത്രി ഇന്നലെ എഴുതി വായിച്ച എന്താണെന്ന് അദ്ദേഹത്തിനും മനസ്സിലായില്ല, ഞങ്ങൾക്കും മനസ്സിലായില്ല, നാട്ടുകാർക്കും മനസ്സിലായില്ല. എന്താ പറഞ്ഞതെന്ന് വളരെ കൃത്യമായിട്ടുള്ള കാര്യമാണ് പറഞ്ഞത്. മുഖ്യമന്ത്രി അത് നിഷേധിക്കുകയാണ്. 75-ൽ അടിയന്തരാവസ്ഥ കാലത്തും അതിനുശേഷം നടന്ന തെരഞ്ഞെടുപ്പിലും CPM RSS ബന്ധമുണ്ടായിരുന്നു, 67-ൽ ബന്ധമുണ്ടായിരുന്നു, 89-ൽ ബന്ധമുണ്ടായിരുന്നു. ഞാൻ ഇന്നലെ ഫോട്ടോ ഹാജരാക്കിയല്ലോ. ഒരു ബന്ധമില്ലെങ്കിൽ EMS-ഉം ജ്യോതി ബസും LK അദ്വാനിയും വാജ്പേയിയും 89-ൽ എങ്ങനെയാണ് ഒരുമിച്ച് പ്രചരണം നടത്തി രാജീവ് ഗാന്ധിക്കെതിരായിട്ട്? അതെങ്ങനെ 89-ൽ ജനതാ പാർട്ടി അല്ലല്ലോ. 80-ൽ BJP ഉണ്ടായി, 89-ൽ BJP ആണ്. BJP 84-ൽ 2 സീറ്റും മാത്രം കിട്ടിയ BJPയെ വളർത്തി ഇന്ത്യയിലെ ഭരണകക്ഷിയാക്കാൻ ഇടതുപക്ഷം കൂട്ടുനിന്നിട്ടുണ്ട് ആ യാത്രയിൽ. അത് വളരെ കൃത്യമാണ്. സുന്ദരയ്യ രാജിവെച്ചത് ഞാൻ ഇന്നലെ പറഞ്ഞു. സുന്ദരയ്യ രാജിവെച്ചത് സാമ്രാജ്യത്വ മനോഭാവവും പാരാമിലിറ്ററി ഫാസിസ്റ്റുമായ RSS-മായി കൂട്ടുകൂടുന്നതിൽ പ്രതിഷേധിച്ചാണ്. മൊഹിസൻ പറഞ്ഞ എന്താ, ഇത് ഒടുക്കത്തെ പോക്കാണ്, ഇതോടുകൂടി തകർന്നു പോകും കമ്മ്യൂണിസ്റ്റ് പാർട്ടി. കോൺഗ്രസിനെ തോൽപ്പിക്കുക 89-ൽ പറഞ്ഞാണ്, കോൺഗ്രസിനെ തോൽപ്പിക്കാൻ BJPയുമായി നിങ്ങൾ കൂട്ടുകൂടിയാൽ തകർന്നു പോകും. രണ്ട് കാലിൽ എണീറ്റിക്കാൻ പറ്റാത്ത പാർട്ടിയായി CPM-ഉം CPI-യും ഇന്ത്യയിൽ. ഇത് യാഥാർത്ഥ്യമാണ്. തെരഞ്ഞെടുപ്പിൽ ഇതൊക്കെ ചർച്ചയാണ്. അല്ലെങ്കിൽ തന്നെ ഇപ്പോഴും ആ ബാന്ധവം ഉണ്ടെന്നാണ് ഞങ്ങൾ പറയുന്നത്. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ അന്നല്ലേ EP ജയരാജൻ പറഞ്ഞത്, ഞാനാണ് ആരോപണം ഉന്നയിച്ചത്. കേരളത്തിലെ LDF-ന്റെ കൺവീനറായിരുന്ന EP ജയരാജനും കേന്ദ്രമന്ത്രിയും BJP നേതാവും തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥിയും ഇപ്പോഴത്തെ BJP സംസ്ഥാന പ്രസിഡന്റുമായ രാജീവ് ചന്ദ്രശേഖറുമായി ഒരുമിച്ച് ബിസിനസ് ചെയ്യാണ്. CPM-ൽ ഇത് നടക്കുമോ? പഴയ CPM ആണെങ്കിൽ ഒരു കേരളത്തിലെ ഏറ്റവും സീനിയർ ആയിട്ടുള്ള ഒരു CPM നേതാവും BJP സംസ്ഥാന പ്രസിഡന്റും കൂടി ഒരുമിച്ച് ബിസിനസ് ചെയ്യാണ്. മനസ്സിലായില്ലേ? പ്രകാശ് ജാവദേക്കർ കാണാൻ വന്നു, എയർപോർട്ടിൽ പോണ വഴിക്കാണ് കാണാൻ വന്നതെന്ന്. കൊച്ചി എയർപോർട്ടിലേക്ക് പോണ വഴിക്കാണ് എൻ്റെ വീട്. അവിടേക്ക് പ്രകാശ് ജാവദേക്കർ കാണാൻ എന്നെ കാണാൻ വന്നില്ലല്ലോ, CPM നേതാക്കളല്ലേ കാണാൻ പോയത്. അപ്പം ഇവരൊക്കെ തമ്മിലുള്ള ബന്ധം വളരെ വ്യക്തമാണ്. നിതിൻ ഗഡ്കരിയും പിണറായി വിജയനും തമ്മിലുള്ള ബന്ധം എന്താ? ഈ ഹൈവേ മുഴുവൻ പൊളിഞ്ഞ് തകർന്ന് പണ്ടരടങ്ങിയിരിക്കുമ്പോൾ ഞങ്ങൾക്ക് യാതൊരു കേസുമില്ല എന്ന് പറഞ്ഞിട്ട് സമ്മാനപ്പെട്ടിയും പൊന്നാടയുമായിട്ടാണ് നിതിൻ ഗഡ്കരിയെ കാണാൻ പോയത്. ആണോ? എന്താ കാര്യം? എന്തിനാണ് സമ്മാനപ്പെട്ടി കൊടുക്കുന്നത് നിതിൻ ഗഡ്കരിക്ക്? ഹൈവേ തകർന്നേനോ? സമ്മാനപ്പെട്ടിയും പൊന്നാടയും. അത് ഇവരൊക്കെ തമ്മിൽ ബന്ധമാണ്, പേടിയാണ്. ഡൽഹിയിലിരിക്കുന്ന യജമാനന്മാർ പേടിയാണ്. അതുകൊണ്ടാണ് മലപ്പുറത്തെക്കുറിച്ച് സംഘപരിവാർ 2 ദശാബ്ദക്കാലമായി പറയുന്ന മലപ്പുറത്തെക്കുറിച്ച് പറയുന്ന കാര്യം പിണറായി വിജയൻ ആവർത്തിച്ച് പറയുന്നത്, CPM ആവർത്തിച്ച് പറയുന്നത്. മലപ്പുറം മുഴുവൻ ക്രിമിനലുകളാണ്, തീവ്രവാദികളാണ്, കൊള്ളരുതാത്തവന്മാരാണ്. ഈ പണം തീവ്രവാദത്തിന് ഉപയോഗിക്കുന്നു. പ്രിയങ്ക ഗാന്ധി ജയിച്ചത് വിജയരാഘവൻ പറഞ്ഞ വർഗീയ തീവ്രവാദികളുടെ വോട്ടുകൊണ്ടാണ്. 65,000 വോട്ട് അവർക്ക്. നിലമ്പൂർ മാത്രം ലീഡ്. വയനാട് പാർലമെന്റിൽ 4 ലക്ഷം ലീഡാ. വർഗീയ തീവ്രവാദികളാണോ 4 ലക്ഷം ലീഡ് പ്രിയങ്ക ഗാന്ധിക്ക് ഉണ്ടാക്കി കൊടുത്തത്? അപ്പൊ സംഘപരിവാറിനെ സന്തോഷിപ്പിക്കുന്ന വർത്തമാനം പറയാ. ഇപ്പോഴും സംഘപരിവാർ ഈ BJP മുന്നണിയിൽ NDAയിലുള്ളതാണല്ലോ ദേവഗൌഡ. ആ ദേവഗൌഡയുടെ പാർട്ടിയുടെ മന്ത്രി പിണറായിയുടെ മന്ത്രിസഭയിൽ ഇരിക്കുന്നില്ലേ? കൃഷ്ണൻകുട്ടിയുടെയും മാത്യു ടി തോമസിന്റെയും നേതാവാര ദേവഗൌഡ BJPയുടെ സഹയാത്രികനാണ്. ഒരുമിച്ചാണ്, മുന്നണിയാണ് അവർ. കാരണം എന്താ ധൈര്യമുണ്ടോ പിണറായി വിജയന് അവരുടെ ഈ BJPയുടെ ഘടകകക്ഷിയായ ആ ദേവഗൌഡയുടെ പാർട്ടിയുടെ മന്ത്രിയെ ഇതിൽ നിന്ന് പുറത്താക്കാൻ? അപ്പം നാഗ്പൂരിൽ നിന്ന് വിളിച്ചു പറഞ്ഞു RSS കേന്ദ്രത്തിൽ അയാളെ തുടരാൻ അനുവദിക്കണമെന്ന്. അപ്പോൾ തുടർന്നു. നാഗ്പൂർ കേന്ദ്രത്തിലാണ് ഇരുന്നാണ് ഇപ്പോൾ കേരളത്തിലെ ഗവൺമെന്റിനെ നിയന്ത്രിക്കുന്നത്. അത് യാഥാർത്ഥ്യമാണ്, എല്ലാവർക്കും അറിയാം. അതുകൊണ്ടാണല്ലോ ഹിന്ദുവിൽ ഇന്റർവ്യൂ കൊടുത്ത് മലപ്പുറം കുഴപ്പമാണ് എന്ന് പറഞ്ഞ് ഇന്റർവ്യൂ കൊടുത്ത് ഈ ഡൽഹിയിലിരിക്കുന്ന യജമാനന്മാരെ സന്തോഷിപ്പിച്ചത്. അത് തന്നെയാണ് ഇവിടെ. അപ്പോൾ അവിടെ ഇതൊക്കെ ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. തുടങ്ങുമ്പോൾ BJPക്ക് സ്ഥാനാർത്ഥി ഇല്ലാതെ വരുന്നു, പിന്നെ ദുർബലനായ സ്ഥാനാർത്ഥി വരുന്നു. അതിനെല്ലാം മറികടന്ന് ഉജ്ജ്വലമായ ഭൂരിപക്ഷത്തിൽ അവിടെ ആര്യാട ഷൗക്കത്ത് ജയിക്കും.
ഞങ്ങൾ പറഞ്ഞല്ലോ 15,000 വോട്ടിന് ജയിക്കുമെന്നാണ് ഞങ്ങളുടെ കണക്ക്. ഈ പോക്ക് CPM പോകുന്നതുകൊണ്ട് ഞാൻ പാലക്കാട് ഇത് തന്നെ പറഞ്ഞത് 15,000 ഞങ്ങളുടെ കണക്ക്. അതിൻ്റെ മീതെ പോകും എന്ന് ഞാൻ തെരഞ്ഞെടുപ്പിൻ്റെ തലേദിവസം പറഞ്ഞു. അത് മീതെ പോയി 18ആയി. ഇവിടെ 15 ഞങ്ങളുടെ കണക്ക്. ഇത് ഇവർ ഇത്രയൊക്കെ ചെയ്തു വയ്ക്കുമ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ മീതെ പോകാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. ഈ സ്വതന്ത്ര സ്ഥാനാർത്ഥിയുടെ പെർഫോമൻസ് എന്താ വിലയിരുത്തുന്നത്? ഞങ്ങളെ ഒരു തരത്തിലും ബാധിക്കില്ല. ഞങ്ങൾ പൊളിറ്റിക്കൽ ഫൈറ്റാണ്, 1ഉം 2ഉം UDFും LDFും തമ്മിലുള്ള പൊളിറ്റിക്കൽ ഫൈറ്റാണ്. ബാക്കിയുള്ള കാര്യങ്ങളൊന്നും ഞങ്ങളെ ബാധിക്കുന്ന കാര്യമാണ്. ഈ ഒരു കാര്യം, ഇന്നിപ്പോ ഒരു ദാരുണമായ സംഭവം കൂടി ഉണ്ടായിരിക്കുന്നു. കാട്ടാനയുടെ ആക്രമണത്തിൽ ഒരാൾ കൂടി ജീവൻ നഷ്ടമായി. അപ്പം ഞങ്ങളെ പറഞ്ഞ ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ഉയർത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സർക്കാരില്ലായ്മ എന്നാണ്. സർക്കാരില്ലായ്മ, അതായത് ജനങ്ങൾ ബുദ്ധിമുട്ടുമ്പോൾ, ഇപ്പം മലയോരത്തെ ജനങ്ങൾ ബുദ്ധിമുട്ടുമ്പോൾ ഒരു പണിയും ചെയ്യാതെ നിഷ്ക്രിയമായിരിക്കുന്ന ഒരു ഗവൺമെൻറ്റാണ്, ഒന്നും ചെയ്യില്ല. അപ്പം മലയോരത്തെ ജനങ്ങളെ വിധിക്ക് വിട്ടുകൊടുത്തേക്കാണ്. ആന ചവിട്ടിക്കൊല്ലാം, കരടി കടിച്ചു കൊല്ലാം, മനസ്സിലായോ, പന്നി കുത്തി മലത്താം, എന്തു വേണേലും സംഭവിക്കാം. അപ്പം മലയോരത്തെ ജനങ്ങളെ വിധിക്ക് വിട്ടുകൊടുത്തിരിക്കുന്ന ഒരു സർക്കാരിനെതിരായ ഒരു വിധിയെഴുത്തും കൂടിയാണ് നിലമ്പൂരിൽ. ഇന്നും കാട്ടാന ചവിട്ടി മുണ്ടൂർ ഒരാളെ കൊന്നിട്ടുണ്ട്. നിലമ്പൂരിൽ ഫോറസ്റ്റാണ്. എല്ലാ ഭാഗത്തും ജനങ്ങൾ ഭീതിയിൽ ജീവിക്കുന്ന ഒരു നിയോജകമണ്ഡലത്തിലാണ് ഇന്ന് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. തീർച്ചയായും അവിടെയും ഈ സർക്കാരില്ലായ്മ, മനസ്സിലായില്ലേ, അതിൻ്റെ പ്രതിഫലനം തെരഞ്ഞെടുപ്പിലുണ്ടാവും. കൂടുതൽ വാർത്തകൾക്കായി നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ.